ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഇത് ഒരുപാട് കാലം ഇങ്ങനെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചെടുക്കുക. അതേപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാറിൻ്റെ പൊടിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല അതേ ടേസ്റ്റിൽ തന്നെ എങ്ങനെ അച്ചാറിൻ്റെ പൊടി ഉണ്ടാക്കിയിട്ടെടുക്കാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കുന്ന പൊടിയാവുമ്പോൾ അച്ചാറിന് ഇരട്ടി ടേസ്റ്റ് ആവും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എന്നാൽ ശരി, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. 3 മാങ്ങ അത്യാവശ്യം വലിയ മാങ്ങയാണ്. അപ്പോൾ ഇതന്നെ അത്യാവശ്യം നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ടെടുക്കാനുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. 2 രീതിക്ക് എല്ലാവരും കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലർ തോലൊക്കെ പീൽ ചെയ്തിട്ടാണ് കട്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ ഭാഗം ചുവന്നുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ ഈ സൈഡ് ഭാഗമൊക്കെ ചെത്തി കൊടുത്ത് ഉണ്ടായിട്ട് മുറിച്ച് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സൈസിലാണ് അച്ചാർ കട്ട് ചെയ്യേണ്ടത്. ഈ സൈസിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലുള്ളൂ അപ്പോൾ അച്ചാറിന് പറ്റുള്ളൂ. ഇനി ഈ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പും സുർക്കയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ പറ്റുമെങ്കിൽ 1 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലുള്ളൂ നമ്മൾ അച്ചാറിടുന്ന ടൈമിൽ ഇത് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി തൊലിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് എൻ്റെ ചാനലിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി അതേപോലെ പച്ചമുളകൊക്കെ തോല് കളഞ്ഞിട്ട് എടുക്കുന്ന ടൈം കൊണ്ട് തന്നെ ഇത് പൊതിർന്ന് കിട്ടും. അപ്പോൾ ഇതിവിടെ ഒരു 5 മിനിറ്റ് പൊതിർന്നോട്ടെ. അപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് ഇഞ്ചി ആവശ്യത്തിന് തൊലിച്ചെടുക്കണം. പിന്നെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം. അതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ അതേപോലെ പച്ചമുളകും നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് 2ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നേരത്തെ മാറ്റി വെച്ച ഈ വെളുത്തുള്ളി നമുക്ക് തോല് കളഞ്ഞിട്ടെടുക്കണം. അപ്പോൾ തോല് കളഞ്ഞെടുക്കാൻ സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ട്രിക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വെളുത്തുള്ളി തോലിയൊക്കെ കളഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കട്ട് ചെയ്ത പോലെ ഇതും വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാനിവിടെ കട്ട് ചെയ്യണില്ല, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി അല്ലേ, അപ്പോൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇഞ്ചിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. ഇനി ഇത് തയ്യാറാക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ മാങ്ങച്ചാർ തയ്യാറാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ആടി കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇതിന് വേണ്ടി എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഉലുവയൊക്കെ ഇട്ടിട്ട് അത് രണ്ടും പൊട്ടണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ പൊട്ടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് അടച്ചെടുത്തിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഇത് തുറന്ന് വെച്ചിട്ടും വേവിക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷമാണ് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. മസാലപ്പൊടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിതിൽ അച്ചാറിൻ്റെ പൊടി തീരെ കൂട്ടിയിട്ടില്ല. നമ്മൾ പഴയ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയ മസാലപ്പൊടികളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ അതേപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കണം, എന്നാലുള്ളൂ എരിവും തന്നെ അതേപോലെ കാണാനും നല്ല കളർ ഉണ്ടാവുള്ളൂ. ഇനി കളറിന് വേണമെങ്കിൽ ആവശ്യത്തിന് നമ്മളെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിയ ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിതിൽ അത്യാവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തോണ്ട് തന്നെ നല്ല കളറും ഉണ്ട്. പിന്നെ അതേമാതിരി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നു. ഇനിയാണ് എക്സ്ട്രാ നമ്മൾ മസാലപ്പൊടി ഇല്ലാതെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലകൾ. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉലുവ അതേപോലെ കടുക് നമ്മൾ വറുത്തിട്ട് പൊടിച്ച പൊടിയാണിത്. ഇത് അത്യാവശ്യത്തിന് ഒരു 3-4 സ്പൂണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാണ് നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ ഇതേപോലെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്താൽ. അപ്പോൾ ഇനി ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. കായ ഇവിടെ പൊടിച്ച പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവയും കടുകും ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തിട്ട് അത് പൊട്ടി തുടങ്ങുമ്പോൾ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അത് പൊടിച്ചെടുക്കണം. അതിൻ്റെ പൊടിയാണ്. പക്ഷേ ഞാനിവിടെ കയ്യിൽ പൊടിച്ച പൊടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പൊടിക്കണ വീഡിയോ ഇടാത്തത്. ഇനി ഇത് ഒരുപാട് നേരമൊന്നും വാട്ടിയിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. എന്നിട്ട് ഇനി ഇതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ സുർക്ക ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിതിവിടെ 2 കുപ്പിയിലായിട്ടാണ് മാറ്റി വെച്ചിരിക്കണത്. അപ്പോൾ ഇതേപോലെ ഒരു വലിയ കുപ്പിയിൽ നമുക്ക് മാറ്റി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ബോട്ടിൽ നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാം. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കാലം ഇത് കേട് വരാതെ സൂക്ഷിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കേട് വരില്ല. പക്ഷേ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതേപോലെ ചെറിയ ബോട്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ വെള്ളം ചേരാതെ ശ്രദ്ധിക്കണം നമ്മളെ മാങ്ങയിൽ. അതേപോലെ എല്ലാ അച്ചാറിലും വെള്ളം ചേരാതെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളെ അച്ചാർ ഒരുപാട് കാലം കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലുള്ളൂ ഞാനിടുന്ന വീഡിയോസ് ഇനിയും നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.